ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന, ഇന്ന് നാം നേരിടുന്ന, ഇന്ന് നാം അനുഭവിക്കുന്ന, ഇന്ന് നാം കടന്നു പോകുന്ന ഏത് വിധമായ കഷ്ടങ്ങളായിരുന്നാലും അതിൻ്റെ നടുവിൽ കഷ്ടങ്ങൾ പെരുകുന്തോറും കർത്താവിൻ്റെ ആശ്വാസവും നമ്മിൽ കർത്താവ് പകർന്ന് ആ കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഒരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ 34-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 6-ാം വചനത്തിൽ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അതേ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിയവരും ദരിദ്രവരുമായിരുന്നാലും നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് യഹോവയോട് നാം നിലവിളിക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യഹോവയോട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ യഹോവ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കും, സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. അതുപോലെ തന്നെ 34-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 17-ാം വചനത്തിൽ വായിക്കുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം മുൻപാകെ നീതിയുള്ളവരായി ദൈവവചനങ്ങളും ദൈവകൽപ്പനകളും പ്രമാണിച്ച് ദൈവഹിതം പ്രവർത്തിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് നാം ചെയ്യുന്നവരാണെങ്കിൽ നാം നിലവിളിക്കുമ്പോൾ കർത്താവ് മൗനമായിരിക്കുകയില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ കരുണ തോന്നും. ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കും. അതേ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ ഈ ദിവസം വരെ നാം പുറകോട്ട് നോക്കിയാൽ എത്രയോ കഷ്ടതകൾ, എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ വിടുവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലവും ഈ ദിവസത്തിലും നാം കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ നാം വായിക്കുന്നു, നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ പഴയ നിയമത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ ജീവിതം. ഇയ്യോബ് നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഷ്ടതകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വിചാരിച്ചു കാണും ഇയ്യോബിൻ്റെ, ആമേൻ, സ്തോത്രം, ജീവിതം ഇതോടെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൻ്റെ ആടുമാടുകൾ, സമ്പത്തുകൾ, തൻ്റെ മക്കൾ, ദാസിദാസന്മാർ സകലത തനിക്ക് നഷ്ടപ്പെട്ടു. അവസാനം തൻ്റെ ശരീരവും വല്ലാത്ത പരുക്കളാൽ നിറയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരവും ക്ഷയിച്ചു പോകുന്നു. അവൻ സ്വന്തം ഭാര്യ തള്ളി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മ ചത്തുകളക എന്ന് ഭാര്യ പറയുന്നു. തനിക്ക് ആരുമില്ല. തൻ്റെ സ്നേഹിതന്മാർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി. അവരുടെ ഓരോ വാക്കുകളും ഇയ്യോബിന് വീണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാണസ്നേഹിതന്മാർ മറന്നു കളഞ്ഞു. ആമേൻ. സ്നേഹിച്ചവർ, ആമേൻ, ബന്ധുമിത്രാദികൾ, ആമേൻ, സ്തോത്രം, 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 സകലരും യോബിനെ വിട്ട് അകന്നു പോയി. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അതേ യോബിൻ്റെ പുസ്തകം, ആമേൻ, 38-39 ദൈവം സന്ദർശിക്കുന്നത് വരെയുള്ള സാഹചര്യങ്ങൾ നാം നോക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി പ്രതിസന്ധിയിലൂടെ യോബ് കടന്നുപോയി. എന്നാൽ ആമേൻ, സ്തോത്രം, അവസാന 2-3 അധ്യായങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റിൽ തൻ്റെ മക്കളെ, ആമേൻ, സ്തോത്രം, നഷ്ടപ്പെട്ടു. കൊടുങ്കാറ്റ് വന്ന് തൻ്റെ മക്കളെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ചുഴലിക്കാറ്റിൽ കർത്താവ് ഇറങ്ങി. ചുഴലിക്കാറ്റിൽ കർത്താവ് ഇറങ്ങിയതിന് ശേഷം 42-ാം അധ്യായം വായിക്കുമ്പോൾ അവന് നഷ്ടപ്പെട്ടതൊക്കെയും കർത്താവ് ഇരട്ടിയായി മടക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സമ്പത്തിനെയും, ആമേൻ, ആടുമാടുകളെയും മാത്രമല്ല കേട്ടോ, ആമേൻ, വീണ്ടും തനിക്ക് 7 പുത്രന്മാരെയും 3 പെൺമക്കളെയും കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. വീണ്ടും 146 ആമേൻ സംവത്സരം, ആമേൻ, സ്തോത്രം, 120-ൽ കൂടുതൽ സംവത്സരം ജീവിച്ചിരിപ്പാൻ കർത്താവ് കൃപ കൊടുത്തു. ആമേൻ. മക്കളെയും മക്കളുടെ മക്കളെയും കാണുവാൻ സഹായിച്ചു.
സമ്പൂർണനായി ദീർഘായുസോടെ ഇരുന്ന് മരിക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, ആ നീതിമാൻ്റെ കഷ്ടത്തിൽ തന്നെ ആ നീതിമാൻ മരിക്കുവാൻ ഇടവന്നില്ല കേട്ടോ. ആ കഷ്ടത്തിൽ നിന്ന് നീതിമാൻ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നാം ഒരു കഷ്ടത്തിൽ അകപ്പെട്ട് നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. നാം യഥാർത്ഥ നീതിയുള്ളവരാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, അങ്ങനെ നാം തകർന്നു പോകുവാൻ എത്ര മനുഷ്യരും പിശാചും വിധി എഴുതിയാലും പ്രതീക്ഷിച്ചാലും അതിലൊക്കെ അപ്പുറമായിട്ട് കർത്താവ് നമ്മെ രക്ഷിക്കും. ദുഷ്ടൻ അവരും പകരം അകപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വചനത്തിൽ നാം വായിക്കുന്നു, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടത വരുത്തി. ഇവിടെ പിതാവായ ദൈവത്തിന് തൻ്റെ സ്വന്തം പുത്രനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി. അങ്ങനെ ഇഷ്ടം തോന്നുമോ? ഹല്ലേലൂയ. തോന്നി. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. നാം ഓരോരുത്തർക്കും വേണ്ടി, എനിക്ക് വേണ്ടി യേശുവിനെ തകർത്ത് കളവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവന് കഷ്ടം വരുത്തി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചു, എത്രയോ കഷ്ടതകൾ സഹിച്ചു. ഹല്ലേലൂയ. അത് പിതാവായ ദൈവം തകർത്ത് കളവാൻ, നമുക്ക് വേണ്ടി യേശുവിനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി, കഷ്ടം വരുത്തി. എന്നാൽ അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമോ പിതാവായ ദൈവം എല്ലാ നാമത്തിലും മേലായ നാമത്തെ യേശുവിന് നൽകി സകലരുടെ മുഴങ്കാൽ യേശുവിന് മുൻപാകെ മടങ്ങത്തക്ക രീതിയിൽ. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് ആ കഷ്ടതയിൽ നശിച്ചു പോയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കല്ലറയോട് അവസാനിച്ചില്ല. 3-ാം നാൾ കല്ലറയെ പിളർന്ന് പ്രൈസ് ദി ലോർഡ് ഉരുട്ടി വെച്ചിരുന്ന കല്ലിനെ നീക്കി. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് സകല ഗംഭീര മുദ്രകളെയും പൊട്ടിച്ച് മരണഭാഷ്യങ്ങളെ അഴിച്ച് പിതാവായ ദൈവം യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വേണ്ടി യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്തോത്ര അനുഭവം നമുക്ക് മുൻപാകെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ യേശു കർത്താവിനെയാണ് നാം പിൻഗമിക്കുന്നത്, ആ യേശുവിലാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ തന്നെ നശിച്ചു പോകത്തില്ല. അവൻ കഷ്ടതയുടെ നടുവിലും ഇയ്യോബ് പറഞ്ഞതുപോലെ അവൻ അധരങ്ങളുടെ കൽപ്പന വിട്ട് ഞാൻ പിന്മാറിയിട്ടില്ല, എൻ്റെ കൽപ്പനകളെ ഞാൻ ആഹാരത്തെക്കാളും അധികം സൂക്ഷിച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും മാത്രം ചെയ്ത് ദൈവവചനപ്രകാരം ദൈവകൽപ്പന പ്രകാരമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും നീതിമാൻ രക്ഷപ്പെടും. ദുഷ്ടൻ അവന് പകരം അകപ്പെടും. നാം ഇനിയും കഷ്ടങ്ങൾ അകപ്പെടുവാൻ കർത്താവ് അനുവദിക്കുകയില്ല, കർത്താവ് സമ്മതിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയം നേരുള്ളതായിരിക്കണം, നീതിയുള്ളതായിരിക്കണം, നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം മാറണം. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥാ കർത്താവേ, നീതിമാൻ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. അതേ നാഥ, ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഇന്ന് കടന്നു പോകുന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് രക്ഷിച്ച് വിടുവിച്ച് അങ്ങ് കർത്താവാനിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. കഷ്ടങ്ങളെല്ലാം അങ്ങയുടെ ആശ്വാസവും കൃപയും പകർന്ന് ദൈവജനത്തെ കർത്താവ് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അനേക കഷ്ടങ്ങളിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. ആയതിനാൽ ദൈവഹിതവും ദൈവ ഇഷ്ടവും മാത്രം ചെയ്ത് അങ്ങേക്ക് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കണം. താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.